നമുക്കിന്നൊരു കയ്പില്ലാത്ത പാവയ്ക്ക തോരൻ വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക, 2 സവാള, 3 പച്ചമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത്. തോരനാവശ്യമായ തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ജീരകം ഇവയെടുത്ത് വയ്ക്കാം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, പാവയ്ക്ക എന്നിവ അതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വയ്ക്കാം. അല്പം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഇളക്കി മൂടി വയ്ക്കുക. ഇതിലേക്ക് 2 മുട്ടയും കൂടെ ആവശ്യമുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. തോരൻ റെഡിയായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് നന്നായി ചിക്കിയെടുക്കാം. അല്പനേരം കൂടി മൂടി വെച്ചിട്ട് നമുക്കെടുക്കാം. നല്ല കയ്പില്ലാത്ത പാവയ്ക്ക തോരൻ റെഡി.